പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി വനിതാ ഉദ്യോഗസ്ഥർ. മോശം ഉദ്ദേശത്തോടെ വാട്സപ്പിൽ സന്ദേശം അയക്കുന്നുവെന്നാണ് പരാതി. തിരുവനന്തപുരം റേഞ്ച് ഡിഐജിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കമുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഡിജിപിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ ആരോപണമാണ് ഉന്നത ഉദ്യോഗസ്ഥരെതിരെ 2 വനിതാ എസ്ഐമാരുടെ മൊഴിയിലുള്ളത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, പോലീസ് സഹായിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു പരാതി ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു മേലുദ്യോഗസ്ഥൻ തന്നെ തന്റെ കീഴുദ്യോഗസ്ഥർക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറുപടി അയച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ അയക്കുമെന്ന് പറയും കൂടി ചെയ്യാണ്. ആര്യ, പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സംരക്ഷണം നൽകേണ്ട പോലീസ് സേനയ്ക്കുള്ളിൽ സ്ത്രീ ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധി അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസിലെ ഇത്തരമൊരു പ്രവണത കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉന്നത സ്ഥാനത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ, നേരത്തെ ഒരു ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെതിരെയാണ് നേരത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സ്ഥലത്തെ ആ ജില്ലയിലെ വനിതാ ഉദ്യോഗസ്ഥർ പരാതിയുമായി രംഗത്തെത്തിയത്. സ്ഥിരമായി വാട്സപ്പിൽ ചില ദുരുദ്ദേശത്തോടെയുള്ള സന്ദേശങ്ങൾ അയക്കുക, അത് വലിയ ശല്യമായി മാറിയപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ പരാതിപ്പെടാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ പരാതികൾ പരിഹരിക്കുന്ന നോഡൽ ഓഫീസറാണ് തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം. റേഞ്ച് DIGക്ക് അവർ പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മൊഴിയടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് DIG കൈമാറുകയും ചെയ്തു. ഏതായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഈ വനിതാ SIമാർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സേനയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രാവിലെ മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം വലിയ ചർച്ച സേനയ്ക്കുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വനിതാ ഉദ്യോഗസ്ഥനെതിരെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സമാനമായ പരാതി നേരത്തെ തന്നെ പല വനിതാ ഉദ്യോഗസ്ഥരും ഉന്നയിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഔദ്യോഗികമായ പരാതി നൽകിയിട്ടില്ല. അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം, ഒരു സേനയുടെ ഭാഗമായി നിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ. ഏതായാലും ഇത് ഗൗരവമായി തന്നെയാണ് ഇപ്പോൾ സർക്കാരും പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഏറ്റെടുത്തിരിക്കുന്നത്. ആര്യ.